നമ്മുടെ നാട്ടിൽ കുറെ ഊച്ചാളി ദളിത് സംരക്ഷകരും സവർണ ചിന്താഗതികളൊക്കെ കൊണ്ടു കിടക്കുന്ന കുറെ അഭിനവ നവോത്ഥാന ഊച്ചാളികളുണ്ട്. അതിൽ പാട്ട് പാടാൻ അറിയുന്നവരും റാപ്പ് പാടാൻ അറിയുന്നവരും കവിത എഴുതാൻ അറിയുന്നവരും സ്റ്റേജിൽ കയറി താളത്തിൽ പ്രസംഗിച്ച് ഊക്കാൻ അറിയുന്നവന്മാരുൾപ്പെടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അതിലൊരുത്തനാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേടൻ. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പണ്ട് വളരെ പാവപ്പെട്ടവനായിരുന്നു, ഇപ്പൊ നല്ല പരിപാടികളെ കിട്ടി, അത്യാവശ്യം പൈസയൊക്കെ ആയി. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഒരാൾ കര കയറിയല്ലോ. പക്ഷെ ഈ കര കയറിയിട്ട് ഞാൻ വലിയ കോണാത്തിലെ വിപ്ലവകാരിയാണ്, ഞാൻ വലിയ കോണാനാണെന്നും പറഞ്ഞ് അയലഴിച്ചിട്ട് കോണാൻ കിടന്ന് നമ്മുടെ ദേഹത്തോട്ട് കിടന്ന് ചെളി തെറിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ അത് തിരിച്ചു വിളിച്ച് പറയും. അപ്പൊ ഈ വേടൻ ഉൾപ്പെടെയുള്ള കോണാത്തിലവന്മാർക്ക് ഇവർക്ക് ചില പ്രത്യേക ആംഗിളിലോട്ടേ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പുള്ളിയുടെ പ്രധാന ജോലി റാപ്പർ ആണ്. അപ്പൊ റാപ്പർ ആയതുകൊണ്ട് പുള്ളി ഇടയ്ക്ക് വെച്ച് ആരാധകർ വേണം, പണം വേണം, പ്രശസ്തി വേണം. അപ്പൊ പുള്ളി ഉടനെ ഒരു പലസ്തീന്റെ കൊടിയെടുത്ത് മൂടി, ഇപ്പൊ ഈ അടുത്ത് കഫി എടുത്ത് മൂടി, ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി 24 മണിക്കൂറും കരയുന്ന ഈ മരവാഴ, ഈ പിത്തം ഇന്നേ വരെ നൈജീരിയ കണ്ടിട്ടില്ല, സുഡാൻ കണ്ടിട്ടില്ല, യമൻ കണ്ടിട്ടില്ല, പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടന്ന് അറിഞ്ഞില്ല, ആരാണ് ആക്രമിച്ചതെന്ന് അറിയില്ല. ഹമാസ് ഒക്ടോബർ 7-ന് പിഞ്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തതൊന്നും ഈ മരവാഴ അറിഞ്ഞിട്ടില്ല. ഇവൻ ഇപ്പോഴും ഇവനെ പോലെയുള്ള ജാതിയോളികൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ വന്നിട്ട് അവർണൻ, സവർണൻ, ഫാസിസ്റ്റ്, വാഴയ്ക്കാന്ന് പറഞ്ഞ് സംസാരിക്കുകയും അപ്പുറത്ത് പോയിട്ട് പിന്നെ ഇല്ലാത്ത മനുഷ്യത്വം മുഴുവൻ പറഞ്ഞു നടക്കുകയും ചെയ്യും. അപ്പൊ ഇവനൊക്കെ നട്ടലുണ്ടെങ്കിൽ ഇവൻ വലിയ എഴുത്തുകാരനാണ്, ഇവന് പലരെയും പേടിയില്ല. ഞാൻ അങ്ങനെ പേടിക്കുന്നതിനല്ല, നമ്മൾ എഴുതി അങ്ങ് മറച്ചു കളയും, തൊലിച്ചു കളയും എന്നൊക്കെ പറയണ ഈ വാഴയ്ക്ക് നിനക്ക് നട്ടലുണ്ടെങ്കിൽ, നിന്റെ ആരാധകർക്കോ നിനക്കോ നട്ടലുണ്ടെങ്കിൽ ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ കാണിച്ചത് തീവ്രവാദം തന്നെയാണ്. ഒരു പോരാളി കാണിക്കേണ്ടത് അവിടുത്തെ ഭരണകൂടത്തോടോ അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളത്തെയോ ആണ് ആക്രമിക്കേണ്ടത്. അല്ലാതെ നാട്ടിലിറങ്ങി പിഞ്ചു കുട്ടികളെ ചുട്ടുകൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുകയും ഒരു ഊളയെ പോലെ, പെരിച്ചാഴികളെ പോലെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നവനല്ല യഥാർത്ഥ പോരാളി എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിനക്ക് കൊടുക്കാൻ കഴിയുമോ? അതിനെപ്പറ്റി ചിന്തിച്ചാൽ തീവാറുന്ന കവിത എഴുതുന്ന വേടന്റെ മൂത്രസഞ്ചി പൊട്ടി മൂത്രം ധാരധാരയെ ഒഴുകുമെങ്കിൽ നീ വെറുതെ റിസ്ക് എടുക്കണ്ട. നിനക്ക് നൈജീരിയയിലോ സുഡാനിലോ ഒക്കെ നടക്കുന്ന ബൊക്കോഹറാം തീവ്രവാദികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ വേട്ട അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു കവിത എഴുതാൻ നീ നിന്റെ ആണത്തം കാണിക്കാൻ 2 ഇഞ്ച് വാലും ചുരുട്ടി കണ്ട സ്ത്രീകളുടെ മുതുകത്ത് കയറിയതുപോലെ ആവില്ല എന്നാണ് നിന്നെ ഓർപ്പിക്കാനുള്ളത്. നിനക്ക് വേണ്ടത് കുറച്ച് സ്ത്രീകളാണ്, കുറച്ച് പണമാണ്, പ്രശസ്തിയാണ്. അതിനുവേണ്ടി നീ എന്ത് തറവേല വേണേ കാണിച്ചോ, പക്ഷേ വലിയ കോണാത്തിലെ വിപ്ലവകാരിയാണെന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. അങ്ങനെ നീ ചെയ്യണമെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയണം, എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ കഴിയണം, എല്ലാവരെയും ഒരുപോലെ വിമർശിക്കാൻ കഴിയണം, ഒരുപോലെ അംഗീകരിക്കാൻ കഴിയണം. അല്ലാത്തടത്തോളം നീ വെറും പറഞ്ഞ ചിലപ്പോൾ നീ കരയും, ചിലപ്പോൾ നിന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം ധാരധാരയെ ഒഴുകും. എന്റെ ചലഞ്ച് ഏറ്റെടുക്കാനും നിൽക്കണ്ട. ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, ധൈര്യമൊന്നും ഉണ്ടാവില്ല.